പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പൂർണ്ണതയിലെത്താൻ പോകുന്ന ഭാവി കാലത്തെ കാട്ടാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ ആശ്രയിക്കുന്നത്. അല്പം പൊങ്ങച്ചമാണെന്ന് തോന്നുന്ന പ്രയോഗമാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് യഥാർത്ഥ പൊങ്ങച്ചക്കാർ അറിയാതെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ശൈലി പുറത്തു വരുന്നു. ഒരു ഉദാഹരണം കൊണ്ട് ഇത് ബോധ്യമാക്കാം. ഐ ഷാൽ ഹാവ് ഓൺഡ് എ ഫോറിൻ കാർ ദിസ് ടൈം ടുമോറോ. നാളെ ഈ നേരത്ത് ഞാൻ ഒരു വിദേശ കാറിൻ്റെ ഉടമയാകും. നടക്കാനിരിക്കുന്ന കാര്യമാണ്. കുറച്ചുകൂടി ബലമായിട്ട് പറയണമെങ്കിൽ വിൽ ഹാവ് ചേർത്ത് നോക്കൂ. ഐ വിൽ ഹാവ് ഓൺഡ് എ ഫോറിൻ കാർ ദിസ് ടൈം ടുമോറോ. നാളെ ഈ നേരത്ത് ഞാൻ ഒരു വിദേശ കാറിൻ്റെ ഉടമയാകുക തന്നെ ചെയ്യും. ഷാൽ ഹാവ് ചേർന്നപ്പോൾ ഉടമയാകും. വിൽ ഹാവ് ചേർന്നപ്പോൾ ഉടമയാകുക തന്നെ ചെയ്യും. വാങ്ങുന്നുണ്ടാകും, വിൽക്കുന്നുണ്ടാകും, വരുന്നുണ്ടാകും, പോകുന്നുണ്ടാകും, എത്തിച്ചേരുന്നുണ്ടാകും ഇത്യാദി പ്രയോഗങ്ങൾക്കും ഈ ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. രാജേഷ് ഷാൽ ഹാവ് അറൈവ്ഡ് ഫ്രം അമേരിക്ക ഓൺ നെക്സ്റ്റ് മന്ത്. രാജേഷ് അടുത്ത മാസം അമേരിക്കയിൽ നിന്നും വരിക തന്നെ ചെയ്യും, എത്തിച്ചേരുക തന്നെ ചെയ്യും. അല്പം മയപ്പെടുത്തി പറയാൻ വിൽ ഹാവ് ചേർക്കാം. രാജേഷ് വിൽ ഹാവ് അറൈവ്ഡ് ഫ്രം അമേരിക്ക ഓൺ നെക്സ്റ്റ് മന്ത്. രാജേഷ് അടുത്ത മാസം അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. വി ഷാൽ ഹാവ് ഗോൺ ടു അമേരിക്ക ഓൺ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകും. പ്രസ്താവന ഊന്നി പറയാൻ വിൽ ഹാവ് ഉപയോഗിക്കാം. വി വിൽ ഹാവ് ഗോൺ ടു അമേരിക്ക ഓൺ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകുക തന്നെ ചെയ്യും. ദേ വിൽ ഹാവ് റീച്ച്ഡ് ബൈ ഈവനിങ്. അവർ വൈകുന്നേരത്തോടെ എത്തിച്ചേരുന്നുണ്ടാകും. പ്രസ്താവനയ്ക്ക് ഊന്നൽ കൊടുക്കാൻ ദേ ഷാൽ ഹാവ് റീച്ച്ഡ് ബൈ ഈവനിങ്. അവർ വൈകുന്നേരത്തോടെ എത്തുക തന്നെ ചെയ്യും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ പറയാൻ കർത്താവിന് ശേഷം, അതായത് സബ്ജക്റ്റിന് ശേഷം വിൽ ഹാവ് എന്നോ ഷാൽ ഹാവ് എന്നോ ചേർത്ത് ക്രിയയുടെ പാർട്ടിസിപ്പിൾ കൂടി ചേർത്താൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസായി. പൂർണ്ണതയിലെത്താൻ പോകുന്ന ഭാവി കാലത്തെ ധൈര്യമായിട്ട് ചൂണ്ടിക്കാട്ടാം. സബ്ജക്റ്റ് ഏകവചനമായാലും ബഹുവചനമായാലും ഐ തന്നെ വന്നാലും മാറ്റമില്ല. ഒറ്റ കാര്യമേ ഇതിലൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ. ഷാൽ ഹാവ് ചേർക്കുമ്പോഴും വിൽ ഹാവ് ചേർക്കുമ്പോഴും ഉള്ള അർത്ഥവ്യത്യാസം ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ ടെൻസിൻ്റെ 4 പ്രയോഗങ്ങളിലും അത് ബാധകമാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും വില്ലും ഷാലും ആവശ്യം പോലെ ചേർക്കാമെന്നതിനാൽ ശ്രദ്ധിക്കുക. ഐയും വിയും സബ്ജക്റ്റായി വരുമ്പോൾ വില്ല് ചേർത്താൽ ആ പ്രസ്താവനയ്ക്ക് മൂർച്ച കൂടും. ഹി, ഷീ, യു, ദേ പേരുകൾ എന്നിവയുടെ കൂടെ ഷാൽ ചേർക്കുമ്പോഴും പ്രസ്താവനയ്ക്ക് ബലം കൂടുന്നു. മറിച്ചാകുമ്പോൾ, അതായത് ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഷാൽ ചേരുമ്പോൾ സാധാരണ പ്രസ്താവന ആകുന്നു. അതുപോലെ ഹി, ഷീ, യു, ദേ
പേരുകൾ എന്നിവയുടെ കൂടെ വില്ല് ചേരുമ്പോൾ സാധാരണ പ്രസ്താവനയും ആകുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ നിയമങ്ങൾ കഴിഞ്ഞു. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഭാവി കാലത്തിലെ നാലാമത്തെ പ്രയോഗമായ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വളരെ നേരം തുടർന്നുകൊണ്ടേയിരിക്കാൻ പോകുന്ന ഒരു കാര്യം പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ ആശ്രയിക്കുന്നത്. കർത്താവിന് ശേഷം വിൽ ഹാവ് ബീൻ എന്നോ ഷാൽ ഹാവ് ബീൻ എന്നോ ചേർത്ത് ക്രിയയോടുകൂടെ ing ചേർത്താൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ വാചക രീതി പൂർത്തിയായി. സബ്ജക്റ്റ് ഏകവചനമായാലും ബഹുവചനമായാലും തന്നെ സബ്ജക്റ്റായി വന്നാലും പ്രശ്നമില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ വാചക രീതി ഇപ്രകാരം തന്നെ. ഉദാഹരണം: ദി പ്ലാനറ്റ്സ് വിൽ ഹാവ് ബീൻ അറൗണ്ടിങ് ഇറ്റ്സ് ഓൺ ഓർബിറ്റ്. ഗ്രഹങ്ങൾ സ്വന്തം ഭ്രമണപഥത്തിൽ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഇവിടെയും വിൽ ഹാവ് ബീൻ വരുമ്പോഴും ഷാൽ ഹാവ് ബീൻ വരുമ്പോഴും അർത്ഥവ്യത്യാസം ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ ടെൻസിൻ്റെ 4 പ്രയോഗങ്ങളിലും ഇത് ബാധകമാണ്. കർത്താവായി വരുമ്പോഴും വി കർത്താവായി വരുമ്പോഴും വില്ല് ചേർത്താൽ ആ പ്രസ്താവനയ്ക്ക് ശക്തി കൂടുന്നു. ഹി, ഷീ, യു, ദേ പേരുകൾ എന്നിവയുടെ കൂടെ ഷാൽ ചേരുമ്പോഴും പ്രസ്താവനയ്ക്ക് ബലം കൂടുന്നു. മറിച്ചാകുമ്പോൾ ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഷാൽ ചേരുമ്പോൾ സാധാരണ പ്രസ്താവനയും ആകുന്നു. ഇതോടെ കർത്തരി പ്രയോഗത്തിലുള്ള, അതായത് കർത്താവിന് പ്രാധാന്യം കൊടുത്തുള്ള കർത്തരി പ്രയോഗങ്ങൾ തീരുന്നു. അടുത്ത വീഡിയോകൾ കർമ്മണി പ്രയോഗത്തിലുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാം. കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുള്ള 12 പ്രയോഗങ്ങൾ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഇംഗ്ലീഷ് പ്രയോഗങ്ങളെക്കുറിച്ചുള്ള ഗ്രാമർ നിയമങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിലാക്കും. അടുത്ത വീഡിയോ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുള്ള കർമ്മണി പ്രയോഗം തുടങ്ങുകയാണ്.